വെൽക്കം ടു ഓട്ടോക്യാഡ് ഓൺലൈൻ ട്രെയിനിങ്. എൻ്റെ പേര് സീന. ഞാൻ വിം ലാബ്സിൽ ടെക്നിക്കൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. വിം ലാബ്സ് ഓട്ടോഡെസ്കിന്റെ ഓതറൈസ്ഡ് ലേണിംഗ് പാർട്ണർ ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡൈനാമിക് ബ്ലോക്കിന്റെ പാർട്ട് 2 വീഡിയോയിലേക്കാണ് പോകുന്നത്. പാർട്ട് 1 വീഡിയോ എല്ലാവരും കണ്ടു കാണും. അതിനകത്ത് നമ്മൾ ഇന്ന് കൊടുത്തത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൊടുത്തിരുന്നത്, സ്ട്രെച്ച് ചെയ്തു, കറക്റ്റ് ഡോറ് നമ്മൾ ഉദ്ദേശിച്ച സൈസിൽ സ്ട്രെച്ച് ചെയ്തു വെച്ചു. ഇനി നമുക്ക് ഇതിനകത്ത് കൊടുക്കേണ്ടത് ഒരു മിററിന്റെ ആക്ഷൻ ആണ്. ദാറ്റ് മീൻസ് ഫ്ലിപ്പ് എന്ന് പറയും. ഫ്ലിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് ഓർഡറിംഗ് പാലറ്റിനകത്ത് പാരാമീറ്റർ സെറ്റ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പാരാമീറ്റർ സെറ്റ്സ് എന്നൊരു ടാബ് ഉണ്ട്. അതിനകത്തേക്ക് ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, മീൻസ് മിറർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലിപ്പ് സെറ്റ് എന്നൊരു പാരാമീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. പാരാമീറ്റർ സെറ്റ്സിന്റെ പ്രത്യേകത, ഇതിന്റെ ഉള്ളില് നമ്മൾ സെപ്പറേറ്റ് പാരാമീറ്ററോ അല്ലെങ്കിൽ ആക്ഷൻ ഒന്നും കൊടുക്കേണ്ടതായിട്ട് വരത്തില്ല. ഈസി ആയിട്ട് നമുക്ക് ആക്ഷൻ കൂടി ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ടാവും. അതൊന്ന് ആക്ടിവേറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പം ഫ്ലിപ്പ് സെറ്റിൽ വരിക. ഇപ്പം മിറർ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, നമ്മളൊരു മിറർ ആക്സിസ് ആണ് വരച്ചു കൊടുക്കുന്നത്. ഇവിടെയും അതുപോലെ തന്നെ ഒരു റിഫ്ലക്ഷൻ ആക്സിസ് ആണ്, റിഫ്ലക്ഷൻ ലൈൻ ആണ് വരച്ചു കൊടുക്കാൻ പോകുന്നത്. ഇപ്പം എനിക്ക് ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഫ്ലിപ്പ് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ ആക്സിസ് ഹൊറിസോണ്ടൽ ആയിട്ട് വരച്ചു കൊടുക്കാം. ഫ്ലിപ്പ് സ്റ്റേറ്റ് 1 എന്ന് കൊണ്ട് പ്ലേസ് ചെയ്യാം. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി, കണ്ട ഒരു ആക്ഷൻ ബോക്സ് വന്നിട്ടുണ്ട്. പക്ഷെ അതിലൊരു യെല്ലോ കളർ ഒരു ട്രയാങ്കിൾ ഉണ്ട്. വാർണിംഗ് മെസ്സേജോട് കൂടിയാണ് വന്നേക്കുന്നത്. ഇത് ശരിക്കും ആക്ടിവേറ്റ് ആയിട്ടില്ല. അത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ആക്ഷൻ ബോക്സിന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ആക്ഷൻ സെലക്ഷൻ സെറ്റ്, അവിടെ നിന്ന് ന്യൂ സെലക്ഷൻ സെറ്റ് എടുക്കുക. കംപ്ലീറ്റ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾ എന്ന് കീബോർഡിൽ ടൈപ്പ് ചെയ്ത്, നമ്മുടെ കമാൻഡ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് ഡബിൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ആയിട്ടുണ്ടാവും. നമുക്ക് ജസ്റ്റ് ഈ ഒരു ഫ്ലിപ്പിന്റെ ഈ ഒരു സിമ്പിൾ വേണമെങ്കിൽ നമുക്ക് എങ്ങോട്ടെങ്കിലും ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് വെക്കാം. ഈ ഒരു നമ്മുടെ വൈറ്റ് ബോർഡ് ഫ്രെയിമിനകത്തിരിക്കുന്ന മാർക്കിൽ കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, നമ്മൾ ചെയ്ത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി നേരെ ടെസ്റ്റ് ബ്ലോക്കിലേക്ക് പോവാം. ടെസ്റ്റ് ബ്ലോക്കിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഫ്ലിപ്പ് ചെയ്ത് കണ്ടോ, കറക്റ്റ് ആയിട്ട് അത് ഫ്ലിപ്പ് ആവുന്നുണ്ട്. ഫ്ലിപ്പ് ചെയ്തിട്ടും അവിടെ സ്ട്രെച്ച് നമുക്ക് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യാം. പറ്റുന്നില്ല എങ്കിൽ ചെയ്തതിനകത്ത് എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടാവും. ഒന്നുകൂടി സ്ട്രെച്ച് ആക്ഷൻ തന്നെ ചെയ്ത് നോക്കേണ്ടി വരും. ദെൻ ഇതിപ്പോ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ട് ചെയ്തു. ഇനി അടുത്ത നമ്മുടെ ടാർഗറ്റ് വെർട്ടിക്കൽ ആയിട്ട് ചെയ്യാന്നുള്ളതാണ്. ഫ്ലിപ്പ് സെറ്റ് തന്നെ എടുക്കുന്നു. മിറർ ആക്സിസ് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ആക്സിസ് വെർട്ടിക്കൽ ആയിട്ട് വരച്ചു കൊടുക്കുന്നു. ഫ്ലിപ്പ് സ്റ്റേറ്റ് 2 പ്ലേസ് ചെയ്യുന്നു. ഇവിടെ വന്നിട്ടുണ്ട്. അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ആക്ഷൻ സെലക്ഷൻ സെറ്റ്, ന്യൂ സെലക്ഷൻ സെറ്റ്, ഓൾ, ഡബിൾ എൻ്റർ. താഴേക്ക് വെച്ചിക്കാം. ചെയ്തത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ ടെസ്റ്റ് ബ്ലോക്കിലേക്ക് പോകാൻ മറക്കണ്ട. എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. നമുക്ക് സ്ട്രെച്ച് ചെയ്യാം, കുഴപ്പമില്ല. ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. യെസ്, അവിടെ സ്ട്രെച്ചും ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്ന് താഴേക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടെ സ്ട്രെച്ചും ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ചെയ്ത ആക്ഷൻ കറക്റ്റ് ആണ്. സോ ക്ലോസ് ടെസ്റ്റ് ബ്ലോക്ക് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബ്ലോക്കിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സേവ് ബ്ലോക്ക് കൊടുക്കാം. ദെൻ ക്ലോസ് ബ്ലോക്ക് എഡിറ്ററിലേക്ക് പോവാം. ഇവിടെ നമ്മുടെ ബ്ലോക്കിനെ ഒന്ന് ഇൻസേർട്ട് ചെയ്യാം. ഐ എൻ്റർ. ഡോർ 100 എന്ന ബ്ലോക്ക് വന്നിട്ടുണ്ട്. ദെൻ ഓക്കെ കൊടുക്കുക. പ്ലേസ് ചെയ്യുക. സൈസ് കൊടുക്കുക. ഇപ്പം എനിക്ക് 100 × 210. അതിന്റെ ID ഞാൻ D1 എന്ന് കൊടുത്തു. ഓക്കെ, D1ന്റെ ഡോർ പ്ലേസ് ആയിട്ടുണ്ട്. എനിക്കിപ്പം 100ൽ തന്നെയാണ് അതിരിക്കുന്നത്. എനിക്ക് ഇനി വേണമെങ്കിൽ ഇതിന്റെ ഒരു കോപ്പി എടുത്ത് വെച്ചതിന് ശേഷം എന്ത് ചെയ്യാം, ഇതിനെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. എന്നിട്ട് എനിക്ക് എത്രയാക്കാം, 90 ആക്കാം. എന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ആട്രിബ്യൂട്ടിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. എൻഹാൻസ്ഡ് ആട്രിബ്യൂട്ട് എഡിറ്റർ, ഈറ്റ് എഡിറ്റർ എന്ന് പറയും, അത് വരും. അതിന്റെ ഉള്ളിലേക്ക് വന്നിട്ട് ഇവിടെ എത്ര കൊടുക്കാം, നമുക്ക് 90 കൊടുക്കാം. 90 × 210. അതിന് നമുക്ക് ഇതിവിടെ D2 എന്നൊരു ID വാല്യൂ കൊടുക്കാം. കണ്ടോ, ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് അടുത്തതിന്റെ പിന്നെ ഞാനൊരു കോപ്പി എടുക്കുകയാണ്. ഞാൻ എന്നിട്ട് അതിനെ സ്ട്രെച്ച് ചെയ്യാണ്. സ്ട്രെച്ച് ചെയ്തിട്ട് ഒന്ന് ഫ്ലിപ്പും കൂടെ ചെയ്തേക്കാം. ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം ഇങ്ങോട്ടേക്ക് വെച്ചു. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കൊടുക്കാം, യെസ്, ഇത് 80 കൊടുക്കാം. ID വാല്യൂ D3 കൊടുക്കാം. ഓക്കെ, കണ്ടോ, ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഡോറ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു ഡോറിനെ മാറ്റിയിട്ട് നമുക്ക് വേറെ ഡോർ കൊണ്ടുവച്ച് നോക്കാം. നമുക്ക് ഇൻസേർട്ടിനകത്ത് പോയിട്ട് നമ്മുടെ ഡോർ എടുക്കുക. കണ്ടോ, ഈ ഒരു സിമ്പിളോട് കൂടി വന്നത് കണ്ടോ, അത് ഡൈനാമിക് ഡോറിന് ഒരു സിമ്പിളാണ്, ഡൈനാമിക് ബ്ലോക്കിന്റെ സിമ്പിളാണ്. ഓക്കെ കൊടുക്കാം. നമുക്ക് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാം. നമുക്ക് സൈസ് കൊടുക്കുക. എൻ്റെ ഇതിൽ ഡിഫോൾട്ട് ആയിട്ട് 100 ആയിരിക്കും വരിക. 100 × 210. ദെൻ ID D1. ഓക്കെ, കണ്ടോ,
ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഹൈഡ് ആയതുണ്ട്. അതിന്റെ ഉള്ളിൽ ആ ലൈൻ ഉണ്ട്, പക്ഷെ അത് എന്തായിട്ടുണ്ട്, ഓട്ടോമാറ്റിക് ആയിട്ട് ഹൈഡ് ആയിട്ടുണ്ട്. ഇതാണ് വൈപോട്ടിന്റെ യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഡൈനാമിക് ബ്ലോക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഡൈനാമിക് ബ്ലോക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഇത് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അടുത്ത ഇനി വരുന്ന വീഡിയോസും കാണുക. താങ്ക് യു.